السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره. അൽബസീറ ഖുർആൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ 80-ാം അധ്യായം സൂറ അബസ, അതിലെ 20, 21, 22 എന്നീ 3 ഹ്രസ്വവചനങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യമായി പദങ്ങളും പാരായണവും പരിചയപ്പെടുക. ثم ثم السبيل ثم السبيل യസ്സറഹു. വഖഫ് ചെയ്യുമ്പോൾ യസ്സറ. ثم السبيل يسره ثم أماته فأقبره ثم أماته. ഹു ഒരു വാവിൻ്റെ കതിർ നീട്ടിയാണ് വായിക്കുന്നത്. ثم أماته فأقبره فأقبره. ഖാഫ് കൽക്കലയുടെ ഹർഫാണ്. ഖ എന്ന് തെളിച്ച് വേണം ഒഴിയുവാൻ. ثم إذا شاء أنشره. ശദ്ദുള്ള മീമ 3 ആയത്തിലും വരുന്നുണ്ട്. ശദ്ദുള്ള മീമ നന്നായിട്ട് മണിച്ചാണ് വായിക്കേണ്ടത്. ഇദാ ശാഅ മദ് നിർബന്ധമായും നീട്ടേണ്ട, സാധാരണയിൽ കൂടുതൽ നീട്ടേണ്ട മദ്ദാണ്. ثم إذا شاء أنشره. സാക്കിനായ നൂൻ ഇഖ്ഫായിൻ്റെ സ്ഥാനത്താണ്, മറിച്ച് മണിച്ചാണ് മൊഴിയുണ്ട്. ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ പാഠഭാഗത്തിൽ അള്ളാഹു സൂചിപ്പിച്ച് മിൻ അയ്യി ഷൈഇൻ ഖലഖ. ഏതു വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത്? അവന് ചിന്തിച്ചുകൂടെ? മിൻ നുത്ഫത്തിൻ, ഒരു ബീജത്തിൽ നിന്ന്. ഖലഖഹു, അവനെ അവൻ സൃഷ്ടിച്ചു. ഫഖദ്ദറഹു, അങ്ങനെ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വ്യവസ്ഥപ്പെടുത്തിയ മനുഷ്യൻ അവൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ അവന് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ്. പിന്നീട് അവനെ പടിപടിയായി വളർത്തി അവൻ്റെ ജീവിതമാർഗം അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുത്തു. ثم السبيل يسر. പിന്നീട് അസ്സബീൽ, അവൻ്റെ മാർഗം, അതായത് അവൻ്റെ ജീവിതമാർഗം യസ്സറഹു, അതവന് അല്ലാഹു എളുപ്പമാക്കി കൊടുത്തു. ثم السبيل يسره. പിന്നീട് അവന് അല്ലാഹു ജീവിതമാർഗം എളുപ്പമാക്കി കൊടുത്തു. ثم أماته فأقبره. അങ്ങനെ കുറക്കാലം അവൻ ജീവിച്ച ശേഷം ثم പിന്നീട് അമാത്തഹു, അല്ലാഹു അവനെ മരിപ്പിച്ചു. ഫഅഖ്ബറ, അങ്ങനെ കബറടക്കുകയും ചെയ്തു. അവനെ പിന്നീട് ഖബറിൻ്റെ ഉള്ളിലാക്കുകയും ചെയ്തു. ثم പിന്നീട് ഇദാ ശാഅ, അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അൻശറ, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ثم إذا شاء أنشره. പിന്നീട് അവൻ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ثم السبيل يسره. പിന്നീട് അവന് അല്ലാഹു ജീവിതമാർഗം എളുപ്പമാക്കി കൊടുത്തു. then he eased the way for him. फिर उसके लिए रास्ता आसान किया. ثم أماته فأقبره. പിന്നീട് അവനെ മരിപ്പിക്കുകയും കബറടക്കുകയും ചെയ്തു.
then he causes him to die and puts him in a grave. फिर उसे मौत दी और कब्र में पहुंचाया. ثم إذا شاء أنشره, പിന്നീട് അവൻ അഥവാ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. Then when he wills, he will resurrect him. Then when he wills, he will resurrect him. फिर जब चाहेगा उसे दोबारा जीवित करेगा. फिर जब चाहेगा उसे दोबारा जीवित करेगा. ഈ 3 ആയത്തുകളാണ് ഇന്ന് പഠിക്കാനുള്ളത്. പാഠഭാഗം ആവർത്തിച്ച് കേൾക്കുക, നന്നായി പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.